ഹലോ ഹലോ. ഉണ്ടായില്ല. ഇപ്പൊ പറയൂ. ആ എന്തോ എന്തോ ഇതുണ്ട്, ഉം. നെറ്റ്വർക്കിന്റെ കംപ്ലൈന്റ്. പറയൂ. ആ ആ ഇപ്പൊ ഇതുണ്ടാ എന്തെങ്കിലും ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും? സംസാരിക്കാനാണോ? സംസാരിക്കാൻ. സംസാരിച്ചോളൂ. ആ പുതിയ വിശേഷം അറിഞ്ഞാണല്ലോ. എങ്ങനെ? അങ്ങനല്ല ഇത്, നിങ്ങള് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു നിങ്ങളെ. ആ വോയിസ് ആയിട്ടുള്ള. ആ അത് കുറച്ചും കൂടെ മാറ്റം ഉണ്ടല്ലോ. എന്ത്? അങ്ങനല്ല, ഏതൊരു സംഖ്യയായിട്ട് ചർച്ച ചെയ്തൊരു. ആ അത് നന്നായിട്ടുണ്ട് കേട്ടാ. ഓക്കെ. ഓക്കെ അത് നല്ല നന്ദി പറയും. നിങ്ങൾ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട്. ആ ആരിഫ് ഹുസൈനെ പോലെയല്ല. ഓരോരുത്തർ ഓരോ പോലെ അല്ലേ ഇപ്പൊ. അല്ല, ആരിഫ് ഹുസൈന് വെറും വിഷമാണ് പുറത്തെടുക്കുന്നത്. അല്ല, ഞാൻ പറയണത് ഓരോ ആളുകൾ ഓരോ രീതിയിലല്ലേ. ആ ഇപ്പൊ നമ്മുടെ എന്താ പറയാ, അബ്ദുൽ നാസർ മദനി, MM അക്ബർ ഒരേ രീതിയിലല്ലല്ലോ. അല്ല അല്ല അപ്പൊ അതിൽ കാര്യമില്ല. നിങ്ങൾ പറയും. എന്നോട് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. നിങ്ങളോട് പറയാനുണ്ട്. ചർച്ച ഉം. ചർച്ച നിങ്ങള് അത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉം. സംസാരിച്ചെല്ലാം എനിക്ക് കേട്ടിട്ടുണ്ട്. ഉം. പിന്നെ പുതിയതായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? എന്ത് മാറ്റം? എനിക്ക് ഉദ്ദേശിച്ച് മനസ്സിലായത്. എന്തെങ്കിലും ഇപ്പോ വിശ്വാസത്തിലേക്കുള്ള ഒരു മാറ്റം എന്തെങ്കിലും? എന്താ, സംഘികളെ എതിർത്ത അപ്പൊ മുസ്ലിം ആവോ? അല്ല, സംഖ്യയുടെ എതിർത്തിട്ടല്ല, എന്തെങ്കിലും നിങ്ങൾക്കൊരു ചെറിയൊരു ഇത്. എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ എന്താ കാരണം? അല്ല, ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ. എന്തിന് മാറ്റം വരാൻ എന്താ കാരണം? ഞാന് നിങ്ങളെ ഒരു കാരശ്ശേരി മാഷിന്റെ ആ ലെവലിലെല്ലാം കൊണ്ടുവരുന്ന ആളാണ്. കാരശ്ശേരി മാഷ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അങ്ങനെ പച്ചക്ക് എതിർക്കുന്ന ആളല്ല. അതാ ഞാൻ പറഞ്ഞ, വ്യക്തികൾ ഓരോ ആളുകൾ ഓരോ രീതിയിലല്ലേ. നിങ്ങൾ മുസ്ലിം തന്നെ, എന്നാലും പച്ചക്ക് എതിർക്കുന്ന ആളല്ല. ആര്? ഞാനോ? ഞാൻ ഇപ്പൊ ഇതിനേക്കാളും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് എതിർക്കണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, എതിർക്കാവുന്നല്ല, കാര്യങ്ങള് നമ്മൾ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ പോരാ. അതിനിപ്പോ ഒച്ചയിടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. തെറി പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് അല്ലാതെ തന്നെ പറ്റും. ഒച്ച ഇടാതെ തെറി പറയാൻ തന്നെ എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാൻ പറ്റും. നിങ്ങളോടൊന്ന് ചോദിക്കാനുള്ളത്, നിങ്ങൾ വേണമെങ്കിൽ ഇത് റെക്കോർഡ് ആയിക്കോ, പ്രശ്നമല്ല. നിങ്ങൾ പറഞ്ഞോളൂ. എന്നോട് ചോദിക്കാനുള്ളത് ചോദിക്കും. ഈ മുഹമ്മദ് നബിക്ക് മുമ്പ് ഇസ്ലാം ഉണ്ടായിട്ടില്ലേ? ഇല്ല 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 എന്നാണ് നിങ്ങളെ വിശ്വാസം? വിശ്വാസമല്ല, ഇല്ല. അല്ല, ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? ഉണ്ടെന്ന് ആരാ പറഞ്ഞ? മുഹമ്മദ് നബി പറഞ്ഞല്ലാത്ത വേറെ തെളിവൊന്നുമില്ലല്ലോ. മുഹമ്മദ് നബി പറഞ്ഞില്ലേ, നമ്മൾ ചരിത്രം ഇതുണ്ടല്ലോ. എവിടുന്ന് ചരിത്രം പഠിക്കുന്നു. ഈസാ നബിന്റെ ചരിത്രമുണ്ട്, മൂസാ നബിന്റെ ചരിത്രമുണ്ട്. ചരിത്രമൊക്കെ ആരെങ്ങൾക്ക് പറഞ്ഞു തന്നത്? ഫിറോൻ. മുഹമ്മദ് നബി ഞങ്ങൾക്ക് ഉറപ്പില്ലല്ലോ, അത് ആടല്ലോ ചരിത്രം. ഞാൻ ചോദിക്കുന്നത് ആര് പറഞ്ഞെന്ന് ചരിത്രത്തിലുള്ളത്? ഇപ്പൊ ഫിറോവിന്റെ ചരിത്രം, മൂസന്റെ ചരിത്രം, ഈസന്റെ ചരിത്രത്തിലൊക്കെ നിങ്ങൾ ഇസ്ലാം എന്ന് കേട്ടത്, മുസ്ലിം ആയിരുന്നു എന്ന് കേട്ടത്, നിസ്കരിച്ചു പ്രാർത്ഥിച്ചു അള്ളാന്നൊക്കെ കേൾക്കുന്നത് നിങ്ങൾ എവിടുന്നാണ്? ഖുർആൻ അടിസ്ഥാനമാക്കിയിട്ടില്ല. അല്ലേ? ഖുർആൻ ആര് പറഞ്ഞതാണ്? ഖുർആന് അള്ളാഹ് റസൂലിനെ ഇറക്കി. അല്ലേ? മുഹമ്മദിന്റെ വായിലൂടെ കേട്ടതല്ലേ? മുഹമ്മദ് നബി പറഞ്ഞ കഥയല്ലേ ഖുർആൻ? അല്ലേ? അപ്പൊ അതില് മൂസാ നബിക്ക് എന്നാര് പറഞ്ഞു? ഇഞ്ചിയില് ഈസാ നബിക്ക് എന്നൊക്കെ ആര് പറഞ്ഞു? ഖുർആനിൽ പറഞ്ഞല്ലേ? ഖുർആനിൽ പറഞ്ഞതാണ്. മുഹമ്മദ് നബിക്ക് മുമ്പുള്ള ചരിത്രത്തിൽ ഇസ്ലാമിന് എവിടെ തെളിവ്? അങ്ങനെയല്ല, ഞാൻ ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾക്ക്. ഈ രാമായണം എഴുതിയതാരാണ്? ഇതിലേക്ക് വരി. അല്ല, ഞാൻ ചോദിക്കട്ടെ. മനുസ്മൃതിന്റെ ഇതല്ലേ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഖുർആനുമൊക്കെ വരി. അതൊക്കെ ഞാൻ സംഖ്യകളോട് സംസാരിച്ചോളാം. നിങ്ങൾ ഇതിൽ വരി, ഖുർആനിൽ വരി. നിങ്ങൾ പറയണത് ഇസ്ലാമിന് മുൻപ്, മുഹമ്മദ് നബിക്ക് മുൻപ് ഇസ്ലാം ഉണ്ടായിരുന്നു എന്നതിന് മുഹമ്മദിന് ശേഷം മുഹമ്മദ് പറഞ്ഞതല്ലാത്ത വല്ല തെളിവും നിങ്ങളെ കയ്യിലുണ്ടോ എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ പറയും ഖുർആനിലുണ്ട്. ഖുർആൻ മുഹമ്മദ് ഉണ്ടാക്കിയതല്ലേ? അതെങ്ങനെയാണ് ഖുർആൻ മുഹമ്മദാണ്. ഖുർആൻ മുഹമ്മദിലൂടെയാണ് നമ്മൾ കേട്ടത്. അല്ല ഖുർആൻ അതിന് മുമ്പുണ്ടോ? അത് ഖുർആന് മുമ്പില്ല. ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ട
ഒരു ഗ്രന്ഥമാണ്. അല്ലേ? അതല്ലേ നിങ്ങളെ ഗ്രന്ഥമാണ്. വിശ്വാസം. അപ്പൊ അതുകൊണ്ട് ഖുർആനിൽ എന്റെ ഉണ്ട് എന്ന് വിശ്വാസം അല്ല, പറഞ്ഞാൽ എന്റെ വിശ്വാസം ഒന്നല്ല, ഇവിടുത്തെ ആ മുസ്ലിം 100% മുസ്ലിങ്ങളുടെ വിശ്വാസം അതാണ്. എല്ലാ അതാണ് മുസ്ലിങ്ങളും അതാണ്. അല്ലെ? പിന്നെ പക്ഷെ അത് ആണല്ലോ. മുഹമ്മദിന്റെ നുബുവത്തിന് ശേഷം ഉണ്ടായതല്ലേ? അതന്നെ മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ടതാണ്. അപ്പൊ മുഹമ്മദ് നബിയുടെ മുമ്പ് ഉണ്ടായിരുന്ന ഇസ്ലാമിന് ഈ ഖുർആനിൽ പറയുന്നു എന്നതല്ലാത്ത വല്ല തെളിവുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. തെളിവ് അതാണല്ലോ. അതിലെന്താണ് തെളിവ്? എന്തൊരു കഥ. തെളിവ് അതാണല്ലോ. എന്ത് മുഹമ്മദ് നബി പറഞ്ഞ കഥയോ? ഖുർആനിൽ പറഞ്ഞ അതാണല്ലോ തെളിവ്. ഈ ഖുർആൻ മുഹമ്മദ് ഉണ്ടാക്കിയതല്ലേ? അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു അതായത് മുഹമ്മദിന് മുൻപ് ഖുർആൻ ഇസ്ലാം ഉണ്ടായ മുഹമ്മദിന്റെ മുമ്പ് ഇസ്ലാം ഉണ്ട് എന്നതിന് മുഹമ്മദിന് ശേഷമുള്ള തെളിവേ ഉള്ളൂ അല്ലെ? അങ്ങനല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചെന്നുള്ളത് നമുക്ക് ഒരു നമുക്കറിയില്ലല്ലോ. ഇഷ്ടം പോലെ തെളിവുണ്ട്. ലോകത്തെ എല്ലാ ചരിത്രങ്ങളിലും തെളിവുണ്ട്. തെളിവുണ്ട്. ഉണ്ട്. തെളിവുണ്ട്. ഇപ്പൊ ഞമ്മ പറയും ഇത് ഉണ്ടാക്കിയത് അവരാണ് ഇവരാണ് ഞമ്മ പറയും. പക്ഷെ അങ്ങനെയൊന്നല്ലല്ലോ. നിങ്ങളൊരു കാര്യം സ്പെസിഫിക് ആയിട്ട് പറയുമ്പോ നിങ്ങളത് പറയും. മുഹമ്മദ് നബിക്ക് മുമ്പ് ഇസ്ലാം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് വല്ല തെളിവുണ്ടോ? തെളിവുണ്ട്. ഖുർആനാണ് തെളിവ്. ഖുർആൻ മുഹമ്മദിന് ശേഷമുള്ള സാധനമാണ്. ഖുർആൻ അതാണ് ഖുർആൻ നബിക്ക് ഇറക്കപ്പെട്ട തെളിവാണ്. അതിൽ പറഞ്ഞ കഥയല്ല ഞാൻ ചോദിക്കണം. അതല്ലാത്ത വല്ല തെളിവുണ്ടോ? അല്ലാതെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അല്ലാതെ വിശ്വസിക്കുന്ന നിരീശ്വരവാദിയാണ്. അല്ലാതെ വല്ല തെളിവുണ്ടോ? തെളിവില്ലല്ലോ. അല്ലാതെ തെളിവിന് ആ വിശ്വാസം ഇല്ലല്ലോ. വിശ്വസിക്കേണ്ട അതാ പറഞ്ഞത് മുഹമ്മദ് നബി പറഞ്ഞതല്ലാത്ത വേറെ തെളിവൊന്നുമില്ല എന്നാണ് നീ പറഞ്ഞത്. മുഹമ്മദ് നബി പറഞ്ഞതല്ല, അള്ളാഹു ഒന്നും പറഞ്ഞിട്ടില്ല. ഒക്കെ മുഹമ്മദ് പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് അങ്ങനെ ഇനിയിപ്പൊ അള്ളാഹ് പറഞ്ഞു എന്ന് അള്ളാഹു പറഞ്ഞു എന്നാണ് നിങ്ങളെ വിശ്വാസമെങ്കിൽ പോലും അള്ളാഹുവിന്റെ ശബ്ദത്തിലല്ലതോ നാട്ടുകാർ കേട്ടത് മുഹമ്മദിന്റെ ശബ്ദത്തിലല്ലേ? ഈ കാര്യത്തില് ആരിഫ് ഹുസൈനും ഇതേപോലെ തന്നെയാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇനിയിപ്പൊ നിങ്ങളെ വിശ്വാസം അനുസരിച്ചിട്ട് അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്ന് വിചാരിച്ചോളി. അള്ളാഹുവിന്റെ കലാം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ ഇപ്പൊ. ആരാ കേട്ടത്? ആരുടെ ശബ്ദത്തിലാണ് അന്നത്തെ കാലത്ത് ഖുർആൻ അവതരിക്കുന്ന സമയത്ത് ആരെ വായിലൂടെ കേട്ടത്? മുഹമ്മദ് നബിയുടെ നാക്കിലൂടെ അല്ലേ പുറത്തു വന്നത്? ജിബ്രീലിന്റെ മുഖേന ഇറക്കപ്പെട്ടല്ലേ. മനുഷ്യർ കേട്ടത് ആരുടെ വായിൽ നിന്നാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതന്നെ ജിബ്രീല് മുഖേന എത്തിയതാണ്. ആരുടെ വായിലാണ് ആരുടെ ശബ്ദത്തിലാണ് നിങ്ങളെ വിശ്വാസം അനുസരിച്ചത് ആൾക്കാർ കേട്ടത് എന്ന്? ഖുർആൻ ഇത് റസൂലിന്റെ അല്ലേ? മുഹമ്മദിന്റെ വാക്കായിട്ടാണ് ഖുർആൻ പുറത്തു വരുന്നത്. അതിന്റെ പിന്നിൽ അള്ള കൊടുത്തയച്ചതാണ്, ജിബ്രീൽ കൊണ്ടേ കൊടുത്തതാണ് നിങ്ങൾക്ക് വിശ്വാസമുണ്ട്. അത്രയല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് നിങ്ങളെ കാര്യം. ഞാൻ ചോദിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ പുറത്ത് മനുഷ്യര് കേട്ടത് മുഹമ്മദിന്റെ വായിലൂടെ അല്ലേ? അപ്പൊ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കത് മുഹമ്മദിന്റെ കൗലിലല്ലേ ഇത് കേട്ടത്? എന്തെങ്കിലും ഇത് പറയാത്ത? അല്ല, അത് നിങ്ങൾ പറയുന്നതാണ്, ഞാൻ അങ്ങനെ പറയില്ല. പിന്നെ അള്ളാന്റെ ശബ്ദം ആരെങ്കിലും കേട്ടുക്കണോ? സഹാബികൾ ആരെങ്കിലും? അള്ളാന്റെ സഹാബികൾ കേട്ടല്ലോ. അള്ളാന്റെ ശബ്ദം കേട്ടുക്കണോ? അള്ളാന്റെ ശബ്ദം കേട്ടില്ല. ജിബ്രീലിന്റെ ശബ്ദം കേട്ടുക്കണോ? ജിബ്രീലിന്റെ ശബ്ദം ഇത് റസൂലിനെ അറിയാലോ. സഹാബികൾ കേട്ടുക്കണോന്ന്? പ്രവാചകന്മാർക്ക് സഹാബിമാര് കേട്ടുക്കണോന്നാണ് ചോദിച്ചത്. ഇല്ല. അപ്പൊ ജിബ്രീല് കൊണ്ടുവന്ന് മുഹമ്മദ് നബിക്ക് കൊടുത്തു. എന്നിട്ട് മുഹമ്മദ് നബി അത് ഉറക്കെ നാവ് കൊണ്ട് പുറത്തോട്ട് പറഞ്ഞു കൊടുത്തു. ഇതല്ലേ ഖുർആൻ നിങ്ങളെ വിശ്വാസം അനുസരിച്ച്? നാവ് കൊണ്ട് പുറത്തോട്ട് കൊടുത്തത് മുഹമ്മദ് നബി അല്ലേ? ക്രോഡീകരിച്ചു. പറഞ്ഞത് ആരാണ്? ആദ്യമായിട്ട് അത് ഉച്ചരിച്ചത് ആരാണ്? ഖുർആന് റസൂല് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. മുഹമ്മദിന്റെ നാക്കിലൂടെ പുറത്തു വന്നതല്ലാത്ത ഒരു തെളിവും ഇസ്ലാമിന്, മുഹമ്മദിന് മുമ്പുള്ള ഇസ്ലാമിന് ഇല്ല. ഇത്രേ പറഞ്ഞുള്ളൂ. മുമ്പുള്ള പ്രവാചകന്മാരുണ്ടായിരുന്നു, അവർക്ക് ഇറക്കപ്പെട്ടു. എവിടെ? അതൊക്കെ മുഹമ്മദ് പറഞ്ഞ തെളിവുള്ളൂ. വേറെ തെളിവില്ലാന്ന് ഈ പറഞ്ഞതേ. അതില് പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്കത് വിശ്വസിക്കാം. ആദം നബി മുസ്ലിം ആയിരുന്നു, ഈസാ നബി മുസ്ലിം ആയിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് പറയാം. പ്രവാചകൻ വരുന്നുണ്ട് എന്നുള്ളത് അത് നിങ്ങൾക്ക് പറയാം. ഇതിനൊന്നും തെളിവില്ലാന്ന് പറയാം. ഈ തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുന്നോളി.
തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നോളി, നമുക്ക് നോക്കാം. നമുക്ക് ഖുർആനല്ലേ തെളിവ്. അത് ഉം. അതിനകത്ത് വലിയ തെളിവ് എന്താണ്? അതെ അതെ, നിങ്ങൾക്ക് അത് മതി. നമ്മൾ ഖുർആന്റെ അടിസ്ഥാനത്തിൽ പോകുന്നു, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. ശരി. ആ അതാണ്. അപ്പൊ വേറെന്താ, കഴിഞ്ഞോ? അല്ല വേറെ ഇതന്നെയാണ് നിങ്ങൾ ഇസ്ലാം വിശ്വസിക്കുന്ന. മുഹമ്മദ് ഉണ്ടാക്കിയതാണ് കേട്ടോ. നിങ്ങൾ വേറെ തെളിവൊന്നും അന്വേഷിച്ച് നടക്കണ്ട. അത് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾ പറയണ്ട. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും, നിങ്ങൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലേലും സംഗതി അതാണെന്ന് പറയാം. അത് നിങ്ങളെ ചിന്താഗതിയിൽ വരുന്നത് അല്ല, നമ്മളെ ചിന്താഗതിയിലല്ല, അതിനെ തെളിവുള്ളൂ. നിങ്ങള് ചിന്തിക്കുന്ന എന്താണ്, ഇവിടുത്തെ ശാസ്ത്രമാണ് വലുത് എന്നുള്ള. നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങോട്ടൊക്കെയാ പോണത്? അല്ല. നിങ്ങളത് എങ്ങനെയാ പറഞ്ഞാല് ശാസ്ത്രമാണ് എല്ലാം ഉണ്ടാക്കിയത്, ഈ ഭൂലോകം ഉണ്ടാക്കിയ ശാസ്ത്രമാണ്. അതൊക്കെ നിങ്ങളെ തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ ആരോ അപ്പൊ ഈ ഭൂമി ഉണ്ടാക്കിയതാരാണ്? ഭൂമി ഉണ്ടാക്കിയതാരാണ്? അറിയില്ല, അന്വേഷിച്ചോണ്ട് ആരും ഉണ്ടാക്കിയതായിട്ട് കരുതപ്പെടുന്നില്ല. ആരെങ്കിലും ഒരാൾ തച്ചിനിരുന്ന് പണിതതാണ് തോന്നുന്നില്ല. ഈ അപ്പൊ മനുഷ്യനുണ്ടായത് എങ്ങനെയാണ്? അതൊക്കെ ഞാൻ പറഞ്ഞേ, അതൊക്കെ അള്ള ഉണ്ടാക്കിയതല്ലേ നിങ്ങളെ വിശ്വാസം? മനുഷ്യന് അള്ളാഹ് ആരുണ്ടാക്കി? പല വിശ്വാസം. അള്ളാഹ് ആരുണ്ടാക്കി? അള്ളാഹുവിനെ ആരുണ്ടാക്കി? അള്ളാഹ് എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ടല്ലോ. അള്ളാഹുവിനെ ആരുണ്ടാക്കി? അള്ളാഹിനെ ആരും ഉണ്ടാക്കിയില്ല. അള്ളാഹുവിനെ തന്നെ ഉണ്ടായതാ? അള്ളാഹു തന്നെ ഉണ്ടായെന്നല്ല, അള്ളാഹു ആണ്. അള്ളാഹുവിനെ ആരാണ് ഉണ്ടാക്കി? ഇപ്പൊ ഈ പ്രപഞ്ചം അല്ലേ തന്നെ ഉണ്ടാവൂല, അതിന് പിന്നെ ഒരാള് വേണം. നിങ്ങളെ വാദം. ഈ ലോകമല്ല, 7 ലോകം. ഏത് 7 ലോകം? ഏതൊക്കെ 7 ലോകങ്ങള്? 7 ലോകം ഉണ്ടല്ലോ. ഏതൊക്കെ? ഇതല്ലാത്ത ഏത് ഈ ഗോളങ്ങൾ ഉണ്ടല്ലോ. ബുധൻ, ശുക്രൻ, ഭൂമി, അതൊക്കെയാണോ ഗ്രഹങ്ങൾ? അതാണ് 7 ലോകം. അല്ല 7 ലോകമല്ല, അത് 9 ഗ്രഹങ്ങൾ. ഇപ്പൊ 8 ഉള്ളൂ. അപ്പൊ അള്ള പറഞ്ഞ 7ന്റെ കണക്കെന്താ? 7 ആകാശവും 7 ഭൂമിയല്ലേ? 7 ആകാശം ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഓരോ ആകാശങ്ങൾ കണ്ടുകിടാ? നമ്മള് ആദ്യത്തെ ആകാശമല്ല കാണുന്നുള്ളത്. നിങ്ങൾ കാണുന്ന ആകാശം അവിടെ ഉണ്ടോ? ഈ ട്രോസ്ഫോസ്ഫിയറിന്റെ മുകളിലുള്ള ആകാശമല്ലേ നിങ്ങൾ കാണുന്ന ആകാശം ശരിക്കും അവിടെ ഉള്ളതാണോ? നിങ്ങൾ കാണുന്ന ആകാശം ശരിക്കും ഇവിടെ ഉള്ളതാണോന്ന്? ശരിക്കും ഇവിടെ ഉള്ളതാണ്. ഉണ്ടല്ലോ. നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടീനോട് ചോദിക്കട്ടോ, സ്കൂളിൽ പോണ കുട്ടീനോട്, എന്താ ആകാശം എന്ന്? ആകാശം മുകളിൽ കാണുന്നതല്ല ആകാശം, നക്ഷത്രങ്ങളെല്ലാം അടിഞ്ഞ് അതാണ് നക്ഷത്രങ്ങൾ. ഇങ്ങനെ പിന്നെ നമ്മളെ ഈ പണ്ട് ഷാമിയാന ഒരിതില്ലേ, എന്താ പറയാ, പന്തല്, അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച പോലെ ഒട്ടിച്ചു വെച്ചിക്ക? അല്ല. പിന്നെന്താ ആകാശം? ആകാശത്തില് നക്ഷത്രം എന്ന് പറയുന്ന ഒരു ഇതാണ്. എന്താ ആകാശം? എന്താ ആകാശം എന്ന് പറഞ്ഞാ എന്താ? ആകാശം എന്ന് പറഞ്ഞാല് മുകളില് മേഘങ്ങളും എല്ലാം ഉണ്ട്. മേഘങ്ങളെല്ലാം അടിഞ്ഞൊരു സാധനമല്ല ആകാശം. എന്താ കഥ? അപ്പൊ എന്താ പറഞ്ഞ, നിങ്ങക്ക് അള്ളാഹുവിന്റെ അത്രയെങ്കിലും ഒരു ധാരണ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊക്കെ വേണം. നിങ്ങള് ആരടുത്തെങ്കിലും ഒക്കെ ഒന്ന് പോയിട്ട് ഇതൊക്കെ ഒന്ന് പഠിക്കേ. അതന്നെ അത് ഞാൻ പറയുന്നത്. ശാസ്ത്രത്തിന്റെ മേലാണ് നിങ്ങൾ. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇതിനെ കുറിച്ചുള്ള അറിവ് അന്വേഷിക്കുന്ന ഒരു മാർഗം മാത്രമാണ് സുഹൃത്തെ, അല്ലാതെ ശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഒരു മതമല്ലല്ലോ. മതമല്ല, നിങ്ങൾ ശാസ്ത്രത്തെ വിശ്വസിക്കുന്നില്ല. എങ്ങനെ? നിങ്ങൾ ഇപ്പോ മതത്തെ വിശ്വസിക്കുന്നില്ല, ആണ്. നിങ്ങൾ എന്ത് വേണേ വിളിച്ചോളി. അതായത് മതത്തിന് നിങ്ങൾക്ക് പ്രയോഗമില്ല. ഇല്ല. നിങ്ങൾ ഇത് മതമല്ലാത്ത ഒരു ലോകത്തിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നുള്ളത്. അത് നിങ്ങൾ മാത്രമല്ല, ആരിഫ് ഹുസൈന്, പിന്നെ ജബ്ബാർ മാഷ്, വേറെ വിശേഷം നിങ്ങളെ ഞാൻ എന്റെ വഴിയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. നിങ്ങൾ ശ്രമിച്ചോക്കെ. ശ്രമിച്ചോണ്ടേയിരിക്കണം. ദഅവത്ത് നിർത്താൻ പാടില്ല, ദഅവത്ത് ചെയ്തോണ്ടേയിരിക്കണം. മരണം വരെയും തുടർന്നു. പറയേണ്ടി വരില്ല. സ്വരം നന്നായാലും പാട്ട് നിർത്തണം. നിങ്ങൾ പാട്ട് നിർത്താൻ പോവാ? അല്ല, അത് നിങ്ങൾ സ്വരം നന്നാണ്, അന്നെങ്കിൽ ഞാൻ പാട്ട് നിർത്തും. ആയിക്കോട്ടെ. നിങ്ങള് ഇതൊന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ടേ ഒരു ഉത്തരം കണ്ടെത്തിയിട്ട് പറഞ്ഞു തരണം. അതായത് അള്ളാഹുവിനെ ആര് സൃഷ്ടിച്ചു എന്നുള്ളത്. അള്ളാഹ് എന്ന് പറയുന്നതാണ്
യഥാർത്ഥത്തിലുള്ള ഇത്. അള്ളാഹ് പഠിച്ചാണ് ആദം നബി മുതലുള്ള അങ്ങനെ പറയല്ലേ. ഇത്. നിങ്ങൾ പറയണത് ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? ഇതിന് ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കാൻ ആള് വേണമെന്നല്ല നിങ്ങളെ വാദം. അപ്പൊ നിങ്ങ എങ്ങനെ ഉണ്ടായിന്ന് ഞാൻ പറയാം. അതാ ഇതിന്റെ പിന്നിലൊക്കെ ഒരാൾ വേണമെന്നാണ് നിങ്ങൾ പറയണേ. അല്ല, അപ്പൊ നിങ്ങ എങ്ങനെ തനിയെ ഉണ്ടായിന്ന? ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത്, അള്ളാഹു എങ്ങനെ ഉണ്ടായി? ഒന്നും തനിയെ ഉണ്ടാവില്ലല്ലോ നിങ്ങളെ വാദം അനുസരിച്ചിട്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മ പ്രത്യക്ഷത്തിൽ ഇപ്പൊ നമ്മ കണ്ടുവരുന്നത് ഒരു ആണും പെണ്ണും ഇത് അതൊക്കെ മനസ്സിലായി. എന്നിട്ട് അതാണ് ഇപ്പൊ നമ്മള് ഓരോരുത്തരും ഉണ്ടായത്. ഉണ്ടായത് അങ്ങനെയാണ് നമ്മളിപ്പോ കണക്കാക്കുന്നുള്ളത്. പക്ഷെ അതിന്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടല്ലോ. എന്ത് ആ ശക്തി? ശക്തി, അതാണ് ദൈവം എന്ന് പറയുന്നത്. അപ്പൊ ആ ശക്തി എങ്ങനെ ഉണ്ടായി? അള്ള എങ്ങനെ ഉണ്ടായി? അത് ശക്തി അള്ളാണല്ലോ ആദ്യം ഉണ്ടായത്. അള്ളാഹ് ഉണ്ടായതല്ലല്ലോ. ആദ്യം ഉണ്ടായതാണോ? അല്ലേ, ആദ്യം ഉണ്ടായതല്ല. അള്ളാഹ് എന്ന് പറയുന്നത് അള്ളാഹു എന്നാണ് ഉണ്ടായിട്ടില്ല, ഉണ്ടാവൂല. ഉണ്ട് ഉണ്ട്. ഉണ്ട്. ഒരു സാധനം ഉണ്ടെങ്കിൽ പറഞ്ഞ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ ഉണ്ടല്ലോ അള്ളാഹ്. ഇപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നാണോ? ഇതിനു മുമ്പുണ്ട്. എപ്പോഴും ഉണ്ട്. അള്ളാഹ് മനുഷ്യരൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ട്. അള്ള എന്ന് മുതലുണ്ട്? അള്ളാഹു എന്ന് മുതലുണ്ട്? എന്ന് മുതലുണ്ട് പറയാൻ പറ്റില്ല. അള്ളാഹ് ഉണ്ട്. പോട്ടെ, എങ്ങനെ ഉണ്ടായി? ബാക്കിയുള്ളത് പോട്ടെ, എന്ന് മുതൽ നമുക്ക് കണക്ക് കിട്ടൂല. ഈ എങ്ങനെ ഉണ്ടായി? ഉണ്ടാക്കി എങ്ങനെ ഉണ്ടായി? എങ്ങനെ ഉണ്ടായി? എങ്ങനെ ഉണ്ടായിന്ന് ചോദിക്കല്ല. അതിനൊരു ഇതില്ല, ലോജിക്കില്ല. അതിപ്പോ പ്രകൃതി എങ്ങനെ, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കണ ഭയങ്കര ലോജിക്കാ. അള്ളാഹ് സൃഷ്ടിച്ചു. പ്രപഞ്ചം ഈ പ്രപഞ്ചം അള്ളാഹ് സൃഷ്ടിച്ചതല്ലേ? ഈ പ്രപഞ്ചം എന്ന് പറയണത് മൊത്തത്തിൽ മതസ്ഥര് പറയും അത് ദൈവം സൃഷ്ടിച്ചു. അങ്ങനെയല്ലേ. ഇപ്പൊ പ്രപഞ്ചം എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം സൃഷ്ടിക്കുന്നതിന് മുമ്പ് പ്രപഞ്ചം ഇല്ല. ഇല്ല 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 ഇല്ല. അപ്പൊ ദൈവം എവിടെയായിരുന്നു? ദൈവം എന്ന് പറയുന്ന ഈ ഒരു അണ്ടകടാവ് എന്ന് പറയുന്നില്ല, അതാണ്. എന്ത് ഒരു അണ്ടകടാവ് എന്ന് പറയുന്നില്ല. ഈ ലോകം അതിന്റെ അപ്പുറത്ത് കാണുന്ന. അതിന്റെ അപ്പുറമൊന്നും ഇല്ലല്ലോ, അന്നില്ലല്ലോ, അതൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അള്ളാഹ്. പിന്നെ എങ്ങനെ അതിന്റെ അപ്പുറം ഉണ്ടാവുക? അപ്പുറം ഉണ്ടല്ലോ. എങ്ങനെ? ഈ ലോകമല്ലാത്ത ഒരു ഇതാണ്. അത് നമുക്ക് എങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അനുഭവിച്ചറിയണം. എങ്ങനെ അനുഭവിക്കോ? എനിക്ക് പറഞ്ഞേ, നമുക്കൊന്ന് പോയി നോക്കാം. നമുക്ക് ഈ അണ്ടകടാഹത്തിന്റെ പുറകിലോട്ടൊന്ന് പോയി നോക്കാം. അങ്ങനല്ല, ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഒരാൾ ചോദിച്ചു മരണം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയുമെന്ന് വെച്ചാല്, മരണം നമ്മൾ അറിഞ്ഞെങ്കിലല്ലേ മരണത്തിനെ കുറിച്ചിട്ട്. മരണം നമുക്ക് അറിയാലോ. ഇപ്പൊ എന്താ ആർക്കും അറിയാത്ത മരണം നിങ്ങൾക്ക് അറിയില്ലേ? എങ്ങനെ മരണം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആദ്യം പ്രപഞ്ചം തീരുമാനാക്കുക. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും? ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സുഖമാണോ? നീ ആടെ എങ്ങനെയാണ് മരണവും ജീവിതമൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയും. അതിനൊന്നും കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത് ഈ അള്ളാഹു എങ്ങനെ ഉണ്ടായി? പ്രപഞ്ചം അള്ളാഹു ഉണ്ടാക്കുന്നതിന് മുമ്പ് അള്ളാഹു എവിടെയായിരുന്നു? ജീവിതം എന്ന് പറയുന്ന കാര്യമില്ല. എനിക്ക് എന്റെ സെൽഫിഷ് അറിയാൻ പറ്റും, മറ്റുള്ള ആളുടെ ജീവിതം നമുക്ക് അറിയാൻ പറ്റില്ല. ഞാൻ ചോദിക്കണേ നിങ്ങൾ മറുപടി പറയുന്നില്ല. നിങ്ങൾ എന്നോട് ചോദിച്ചത് ഈ പ്രപഞ്ചമൊക്കെ എങ്ങനെ ഉണ്ടായിന്നല്ലേ? പ്രപഞ്ചം അള്ളാഹു ഉണ്ടാക്കി. അള്ളാഹു ഉണ്ടാക്കി. അപ്പൊ ഞാൻ ചോദിച്ചു അള്ളാഹ് എങ്ങനെ ഉണ്ടായിന്ന്. അള്ളാഹ് ഉണ്ടായി എന്നുള്ള ചോദ്യം ഇല്ല. ചോദ്യത്തിന് പ്രസക്തി ഇല്ല. ഈ പ്രപഞ്ചം, അപ്പൊ ഈ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പ്രപഞ്ചത്തിനോട് നോക്കിയേ. അപ്പോഴോ അള്ളാഹുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിശേഷണം നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്, ഈ അണ്ടകടാഹത്തിനാണ് കൊടുത്തു നോക്കിയ പ്രശ്നം തീർന്നില്ലേ? എന്തിനാ അണ്ടകടാഹത്തിന് കൊടുക്കുന്നു? അണ്ടകടാഹം ഉണ്ടായത് അള്ളാഹല്ലേ. ഈ ഭൂലോകവും അതിലുള്ള ഭൂമിയിൽ വട്ടത്തിൽ നിന്നിട്ട് നോക്കിയിട്ട് കാര്യമില്ല. ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടിലേക്ക് വരൂ. അതന്നെ. ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു എവിടെയായിരുന്നു എന്നാണ് എന്റെ ചോദ്യം. അള്ളാഹു എവിടെ? പിന്നെ ഞാൻ പറയേണ്ടി വരും ഇവിടത്തൊക്കെ തന്നെയാണെന്ന് പറയേണ്ടി വരും ലാസ്റ്റ്. എവിടെ? അങ്ങനെ പറയേണ്ടി വരും. അപ്പൊ എങ്ങനെയാണ് അള്ളാഹു ഉണ്ടായത്? അള്ളാഹു ഉണ്ടായിന്ന് എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹു എന്ന് പറയുമ്പോ നമ്മ ആ സൃഷ്ടിപ്പിന്റെ അത് കൂടെ മനസ്സിലാക്കിയിട്ടാണ്. അപ്പൊ നമ്മ ഒരു ഇത് പറയുന്നുണ്ട് അള്ളാഹു എന്ന് പറയുമ്പോ. ഞാൻ ചോദിക്കുന്നത് അള്ളാഹു എങ്ങനെ ഉണ്ടായി? അത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പറയുമ്പോ അത് നിങ്ങൾ വേറെ വിശേഷണത്തിലേക്ക് കൊണ്ടുപോകും. എങ്ങനെ അള്ളാഹു എങ്ങനെ ഉണ്ടായത്? തനിയെ ഉണ്ടായി. തനിയെ ഉണ്ടായോ? അപ്പൊ അള്ളാഹു തനിയെ ഉണ്ടാവുന്നതിന് മുമ്പ് അള്ളാഹു ഉണ്ടായിരുന്നോ? അള്ളാഹ് ഉണ്ട്. അള്ളാഹ് എന്ന് പറയുന്ന
ഇത് അതുണ്ട്. അള്ളാഹ് തീനോ കുടിയോ ഇല്ല. പിന്നെ ഞാൻ ചോദിക്കുന്നത് അള്ളാഹു എല്ലാം കാണുന്നവനും എല്ലാം ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കി. അറിയുന്നവനുമാണ്, നമ്മൾ എല്ലാം തർക്കിക്കല്ല, കാണുന്നവനുമാണ്, എല്ലാ ശക്തി നമ്മൾ തർക്കിക്കുന്നതിനെ എല്ലാം. കുറിച്ചല്ല ഞാൻ പറയണേ. ആ ആ നിങ്ങളൊന്ന് ആലോചിച്ച് പിന്നെ നോക്കിയേ. നമുക്ക് അതിനെട്ടപ്പുറം അറിയില്ല. അതേ പറയൂ. ഒരു മിനിറ്റ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളൊന്ന് മനസ്സ് ഇരുത്തിയിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഈ പ്രപഞ്ചമൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഉണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ അള്ളാഹു എവിടെയായിരുന്നു? നമുക്ക് ആ വിശ്വാസമാണ്, നമുക്ക് ആ പറഞ്ഞ വിശ്വാസമാണല്ലോ. മനസ്സിലായി നിങ്ങൾക്ക് വിശ്വാസം? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ അള്ളാഹു എവിടെയായിരുന്നിരിക്കും? അങ്ങനെ വെച്ചാൽ ഇപ്പൊ നമുക്ക് എന്ത് പറയാൻ? എന്താ കഥ? ഇനി നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി. ഈ അള്ളാഹു എങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക? അള്ളാഹു എന്ന് പറഞ്ഞാല് എങ്ങനെയെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അത് നമുക്ക് പറയണല്ലോ. ഞാൻ ചിന്തിക്കുന്ന രൂപത്തിലായിരിക്കും എന്റെ അള്ളാഹു ഉണ്ടായത്. എങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും? ഞാൻ ചിന്തിക്കുന്ന നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ടല്ല ഞങ്ങളോട് ചോദിക്കണേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് വല്ല എത്തുംപിടിയും കിട്ടുന്നുണ്ടോ? അള്ളാഹു എങ്ങനെയായിട്ട് ഉണ്ടായിട്ടുണ്ടാവുക? അത് നമ്മളെ ഓരോരുത്തന്റെ വിശ്വാസത്തിനനുസരിച്ചിട്ടുണ്ടാവും. വിശ്വാസത്തിനനുസരിച്ചല്ല, ഒരു സംഭവം ഉണ്ടാവണമെങ്കിൽ ഒരു കാരണം, ഒരു രീതി ഉണ്ടാവുമല്ലോ. എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതേ കാര്യമല്ല ഇപ്പൊ നിങ്ങൾ എന്നോട് പ്രപഞ്ചത്തിനെ കുറിച്ച് ചോദിക്കുമ്പോ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്കറിയില്ല. അതെങ്ങനെയാന്ന് മനുഷ്യന്മാര് അന്വേഷിക്കുന്നുണ്ട്. അവനെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ മനുഷ്യന്മാര് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്, ഇതെങ്ങനെ ഉത്ഭവിച്ചു വന്നു എന്നൊക്കെ. എന്ത് പ്രപഞ്ചം ഇല്ലാന്നോ? അല്ല, ദൈവം ഇല്ലാന്നല്ല പറയുന്നത്. ആദ്യം നമ്മള് ഒരു സാധനം ഉണ്ടാക്കിയത് ആരാണെന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് അതെന്താന്ന് അറിയണ്ടേ? എന്നാലല്ലേ അതിന്റെ ഉണ്ടാക്കിയ ആളെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ, പഠിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ നിങ്ങക്ക്? അള്ളാഹു അല്ലേ ഉണ്ടാക്കിയത്. അപ്പൊ അള്ളാഹുവിനെ ആരാ ഉണ്ടാക്കിയെന്നുള്ള ചോദ്യം അവിടെ ഉണ്ടേ. അള്ളാഹു ഉണ്ടാക്കിയത് എന്താ? അതപ്പോ ആദ്യം പഠിക്കണ്ട നമുക്ക്. അള്ളാഹു ഉണ്ടാക്കിയതാണ് ഇത് ലോകവും ചരാചരങ്ങളും. ഈ ലോകം ചരാചരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന പനിയും തെങ്ങും പിന്നെ കർമൂസും മാത്രാണോ? അല്ല. അപ്പൊ അത് എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യം പഠിക്കണ്ടേ, എന്നാലേ ഉണ്ടാക്കിയ ആളെ കുറിച്ചൊരു ധാരണ നമുക്ക് കിട്ടുള്ളൂ. അത് പഠിക്കുന്നുണ്ടല്ലോ. അതെ, അത് പഠിച്ചു കഴിയട്ടെ. അത് പഠിച്ചു കഴിയാതെ എങ്ങനെ നിങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിയ അള്ളയാണെന്ന് പറയാം? ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കല്ലേ, അറിവല്ലല്ലോ. വിശ്വാസല്ല. അല്ലല്ല, അറിവും വിശ്വാസം വേറെയാണ്. അറിവും വിശ്വാസം രണ്ട് സാധനങ്ങളാണ്. അത് അറിവ് പഠിച്ചുകൊണ്ടാണ് ആ വിശ്വാസം ആ വിശ്വാസമാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. എല്ലാ വിശ്വാസം അല്ല എല്ലാ വിശ്വാസമല്ല. എല്ലാം വിശ്വാസമല്ല. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണം. നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോളി. അപ്പൊ അങ്ങനെ പോവാം നമുക്ക്. നിങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ വേറെന്ത് വിശേഷം? വേറെ എന്താ, നല്ല സുഖമായിട്ട് പോകുന്നു. മഴയുണ്ടോ അവിടെ? ഇല്ല, മഴയില്ല. അല്ല, ഞാൻ ഒരിക്കലും യഥാർത്ഥത്തിൽ ഞാനുണ്ടല്ലോ, നിങ്ങളെല്ലാം ഈ വശത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. നിങ്ങൾക്ക് അതിനുള്ള മരുന്നില്ലല്ലോ. അതപ്പോ എന്ത് ചെയ്യാ? അള്ളാഹു ആരാണ് എന്താണെന്നൊക്കെ അറിഞ്ഞാലല്ലേ നമുക്കതൊന്നും തീരുമാനമാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ അള്ളാഹിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ അത് നമുക്ക് അറിയില്ല, നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അത് നിങ്ങൾ വരും. നിങ്ങളെ ഞാൻ വേറെ രീതിയിൽ കാണുന്നില്ല. എനിക്ക് ദേഷ്യം ഫുള്ള് അവരോടാണ്. ആരോട്? ഫോൺ എടുക്കുന്നില്ല അവര്. അതൊന്നും കാര്യാക്കണ്ട. മനുഷ്യന്മാർ ഓരോ രീതിയിലല്ലേ. ഞാനിപ്പോ ആരിഫിന്റെ പോലെയാണ്. ഇപ്പൊ നിങ്ങൾ എന്നെ വിളിക്കൂലല്ലോ. അല്ല, ആരിഫിനെ പോയാൽ നിങ്ങളെ വിളിക്കുവാന്. വിളിച്ചോക്കി. ആരിഫ് ഫോൺ എടുക്കുക. ആരിഫ് സംഖ്യയാണ് യഥാർത്ഥത്തിൽ. ആരിഫാണ് പറയണ്ടത്, നിങ്ങളല്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് ശരിയാണല്ലോ. അല്ലെങ്കിൽ നിങ്ങളല്ലല്ലോ പറയണ്ട. ആരിഫ് സംഖ്യയാണെങ്കിൽ ആരിഫ് സംഖ്യയാണെന്ന് ഞാൻ ഉറപ്പ് പറയാം. കാരണം എന്താ അറിയോ? അല്ല, അങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. അപ്പൊ അതൊക്കെ അള്ള ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് പറയാലോ. അതേമാതിരി അങ്ങനല്ല, ആരിഫ് അങ്ങനെ ഉണ്ടെന്ന് ഉറപ്പല്ല. അല്ല, ഞാനിപ്പോ അത് ഉണ്ട് ആണെന്നോ അല്ലാന്നോ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. പുള്ളിയല്ലേ പറയേണ്ടത്. നിങ്ങള് മുനാഫിക്കാണെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ സമ്മതിക്കോ? അല്ല, ഞാൻ മുനാഫിക്കുന്നെങ്കിൽ ഞാൻ ആ പറയുന്ന സംസാരത്തിന്റെ രീതി മനസ്സിലാവുമല്ലോ. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മുനാഫിക്കാണെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ സമ്മതിക്കോന്ന്. അല്ല, വെറുതെ നിങ്ങൾ പറയുമ്പോ നിങ്ങൾ പറയണം, അപ്പോഴാണ് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ അയാൾ എന്തിനാണ് ജനൻ ടിവിയിൽ സംസാരിക്കുന്നത്? ശരി, ജനൻ ടിവിയിൽ ഓ അബ്ദുള്ളയും പോയി സംസാരിച്ചിട്ടുണ്ട്. ഓ അബ്ദുള്ളയും സംഖ്യ അല്ല, ഓ അബ്ദുള്ള സംസാരിക്കുന്നത് ആ രീതി
രീതിക്കല്ലല്ലോ സംസാരിക്കുന്നത്. രീതിയല്ലല്ലോ ഇപ്പൊ ജനം ടിവിയില് രീതിയിലാണ് ചർച്ചക്ക് പോയി വ്യത്യാസം എന്നുള്ളതുകൊണ്ട്. വരുന്നത്. അപ്പൊ അത് സംസാരിക്കുന്ന വേറെ രീതിയാണ്. വിഷയമാണ്. അതിലൊന്നും നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നിങ്ങള് ഒറ്റക്ക് നിങ്ങളെ വിശ്വാസം കൊണ്ട് നടന്നോളി, അതിലൊന്നും കാര്യമില്ല. ആ രീതിയാണ്. എന്തെങ്കിലും ജനാധിപത്യത്തിന്റെ ഇത് എല്ലാം അതെ അതെ അതെ. നശിപ്പിക്കുന്ന ഇസ്ലാം എന്നൊക്കെ സംസാരിക്കുന്നത്. പറഞ്ഞ പിന്നെ ജനാധിപത്യത്തിന്റെ അങ്ങ് അറ്റാണല്ലോ. അത് നിങ്ങൾ എന്താ കഥ. പറയുന്നത്. ഇസ്ലാം അങ്ങനത്തെ ഒന്നുമില്ല. ആയിക്കോട്ടെ ഇസ്ലാം എന്തായാലും. സാഹോദര്യത്തിന്റെയും അതെ അതെ സമാധാനത്തിന്റെയും അതെ അതെ അതെ. മതമാണ്. അതാണ് സമാധാനം വിളിക്കുന്നത്. ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മളെ ഉക്കബായിബിന് അഭിമോയത്ത് ജീവിച്ചിരുന്ന പിന്നെ സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവനെ കൊന്നു കളഞ്ഞു എന്നാ പറഞ്ഞ മറ്റുള്ള. പിന്നെ നിങ്ങൾ പറയും കുറെ മറ്റേ അക്ബറും മറ്റേ അക്ബറും പിന്നെ നിങ്ങള് വാസ്തവത്തിൽ ആരുടെ ആളാണ്? നിങ്ങൾ ഏത് ഇസ്ലാമിന്റെ ആളാ? ഞാൻ അക്ബർ ഒന്നുമില്ല. ഞാൻ ഇസ്ലാമിലെ പ്രോട്ടോകോൾ ജീവിക്കുന്നവരാണ്. അല്ലാതെ ഏത് ഇസ്ലാം? അങ്ങനെ ഇസ്ലാം പറഞ്ഞ സാധനം ഒന്നുമില്ലല്ലോ. ഞാൻ സുന്നിയാണ്. സുന്നി. AP സുന്നിയാണ്, EK സുന്നിയാണ്. നിങ്ങള് AP വിഭാഗത്തോട് ചേർന്നാണോ നിങ്ങളെ മഹല്ലൊക്കെ? ഇല്ല, ഞാൻ AP ഒന്നും AP ഇല്ല, AK ഇല്ല. അതല്ലാത്തൊരു മഹല്ല് ഇപ്പൊ കേരളത്തിലുണ്ടോ? അതില്ലാത്ത അങ്ങനെ ഇരിക്കട്ടെ, ഞാൻ അങ്ങനെ ഇല്ലല്ലോ. അല്ല, നിങ്ങളെ മഹല്ല് ഏതാന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ ഏതാന്നല്ല, നിങ്ങളെ മഹല്ലിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. എന്റെ മഹല്ലുണ്ട്. നിങ്ങള് ജുമുഅ ഖുത്ബ കേൾക്കാൻ പോകുന്ന മഹല്ല് AP EK ആന്ന് ഞാൻ ചോദിച്ചതാ. ഞാൻ അങ്ങനെയല്ല. ഞാൻ എവിടെ എത്തും. നിങ്ങള് വീട് നിക്കുന്നത് ഏത് മഹല്ലിലാണ്? എന്തെങ്കിലും ഇങ്ങനെ നമ്മളുടെ ഈക്കയാണ്. അങ്ങനെ പറയേ. അങ്ങനെ പക്ഷെ ഞാൻ ഈക്കന്റെ ആളല്ല. അല്ല ആയിക്കോട്ടെ, എന്റെ വ്യക്തിപരമായിട്ട് അല്ല അത് കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത് നിങ്ങളെ മഹല്ല് ഏതാന്ന് ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഞാൻ എന്റെ വിശ്വാസം ശരിക്കും ഈ AP EK തമ്മിൽ എന്താ പ്രശ്നം? AP EK തമ്മിൽ എന്തത്ര പ്രശ്നം? AP EK എന്ന് പറഞ്ഞാല് ഒരു ആശയപരമായിട്ടുള്ള എന്താ ആശയം? രണ്ടു കൂട്ടരും പറയണ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. ഇവര് തമ്മിലുള്ള ആശയ പ്രശ്നം എന്താണ്? ഈ രണ്ടും അഹ്ലുസുന്നത്ത് ജമാഅത്ത് തന്നെയാണ്. പിന്നെന്തോ ആശയപരമായ വ്യത്യാസം? പക്ഷെ അവരുടെ സംഘടനാപരമായിട്ടുള്ള ചില വിഷയങ്ങളാണ്. അപ്പൊ മതപരമായ കാര്യങ്ങളല്ല, സംഘടനാപരമായ കാര്യങ്ങളാണ്. സംഘടനാപരമായിട്ടില്ലെങ്കിൽ സംഘടനയിൽ ഈ സംഘടന എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും അതിൽ അധികാര തർക്കം, അധികാര തർക്കമെങ്കിൽ ആദ്യം ഉണ്ടായത് ഞങ്ങളാണ്, അങ്ങനെ. അല്ല, ഇവരൊക്കെ ഒരുമിച്ചായിരുന്നല്ലോ. പിന്നെ അവര് അങ്ങനെ മാറിപ്പോക്കല്ലോ ചെയ്ത. ഇവര് പൈസ കുറെ പിരിവെടുക്കുന്നു, അവര് പിരിവെടുക്കും. ഈ പിരിവിന്റെ കാര്യത്തിൽ പൈസന്റെ കാര്യത്തിൽ തല്ലുകൂടി തിരിഞ്ഞു പോയതാണ്. ശരി, പിന്നെ അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടിലും വീട്ടിൽ തന്നെ 2 പള്ളിയുണ്ട്. ഇവര് അടുത്തടുത്ത് പള്ളിയാണ്. ശരിക്കും ഈ മതത്തിന്റെ സംഘടനയുടെ ഭാഗമായി നിൽക്കണേ ഭയങ്കര പൈസ ഉണ്ടാക്കാൻ എളുപ്പല്ലേ? എല്ലാ പിരിവും കിട്ടും. പിന്നെ വേണമെങ്കിൽ ഒരു മജ്ലിസൊക്കെ തുടങ്ങിയാൽ സൂപ്പറായിട്ട് പൈസ ഉണ്ടാക്കല്ലേ? സൂപ്പർ. അതിന്റെ ഭയങ്കര ഇതാണ്. എന്നിട്ടിപ്പോ നമ്മളിടുന്ന മജ്ലിസ് ശരിക്കും അപ്പൊ ഞാനൊക്കെ ഒരു മണ്ടനാണല്ലേ? ഇതൊക്കെ നിർത്തിയിട്ട് വല്ല മജ്ലിസും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 10 ചിക്കൻ ഉണ്ടാക്കാം. പിന്നെ അല്ലേ? ഞാൻ അതിനല്ലേ എതിരാണ്. ഇങ്ങനെ ആയ പിന്നെ എങ്ങനെ ഞാൻ വരിക? എങ്ങനെങ്കിലും നിങ്ങളൊരു എന്താ ഞാൻ എങ്ങനെയോ പ്രോട്ടോകോൾ കാണുന്നത്. ഇത് ഞാൻ മറ്റേ ഇത് പറഞ്ഞല്ലോ, സമസ്തന്റെ അന്ന് അതിനല്ലേ ഞാൻ എതിർത്ത ആളാണ്. ഒരു പെണ്ണ് സ്റ്റേജിൽ കയറി ലജ്ജ എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ ഞാൻ എതിരാണ്. അങ്ങനെ നിങ്ങൾ എതിർക്കുക? അല്ല, ഉസ്താദ്മാര് പറഞ്ഞ മതപരമായ നിയമമല്ലേ പറയണേ? ഒരു പെണ്ണ് ആ പെണ്ണ് സ്റ്റേജിൽ കയറി എങ്ങനെയാണ്? സ്റ്റേജിൽ കയറാൻ പാടില്ലേ? അല്ല, സ്റ്റേജിൽ കയറാൻ പാടുണ്ട്. പക്ഷെ മതപരമായിട്ട് പാടില്ല എന്ന് പോലും പറയണ. മതപരമായിട്ട് അത് പറഞ്ഞാല് ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് ലോകത്ത് ആര് പുറത്തിറങ്ങാനേ പാടില്ല. അല്ല, പള്ളിന്റെ ഉള്ളിൽ കൂടെ ഉണ്ട്. എങ്ങനെ ആര് പുറത്തിറങ്ങാൻ പാടില്ല? അടിച്ചുകൂടി നിൽക്കാണ്ട്. ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ശരിക്കും പുറത്തിറങ്ങാൻ പാടില്ല. ആണും പെണ്ണും പുറത്തിറങ്ങാൻ പാടില്ല. കാരണം ഔറത്ത് കാണുവേ. അത് അന്യ സ്ത്രീ പുരുഷന്മാര് തമ്മിൽ കാണും. യഥാർത്ഥത്തിൽ എന്റെ കാഴ്ചപ്പാട് എങ്ങനെ അറിയോ? എന്റെ കാഴ്ചപ്പാട്, ഞാൻ ഇസ്ലാമിന്റെ ഖുർആന്റെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് പോകുന്ന ആളാണ്. ഖുർആന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് സ്ത്രീ മുഴുവൻ ഔറത്താണ്. പിന്നെ നിങ്ങൾ എങ്ങനെ ഉസ്താദിനെ കുറ്റം പറയാ? അത് എങ്ങനെ അറിയോ? ഇവരുടെ കാഴ്ചപ്പാടില്ലെങ്കിൽ ഇവര് ഓരോ ഉസ്താദ്മാരും സ്റ്റേജിൽ കയറി തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയാണ്. അല്ല, അതൊക്കെ ഖുർആനിലുള്ളതാണ്. നിങ്ങൾ എങ്ങനെ അങ്ങനെയൊന്നും പറയല്ലേ? യഥാർത്ഥ മതപഠന ക്ലാസ് കേട്ടാൽ പഠന ക്ലാസ് ഞാൻ കുറെ പള്ളിയിൽ പോയിട്ട് ഞാൻ കേൾക്കലുണ്ട്. അതിലൊക്കെ പറയണില്ലേ സ്ത്രീകൾ മുഴുവനായിട്ട് അന്യ പുരുഷന്മാരുടെ മുമ്പിൽ സ്ത്രീ മുഴുവനായിട്ട് ഔറത്താൻ തന്നെയല്ലേ?
അതന്നെ അങ്ങനല്ല ഔറത്ത് മറക്കുന്നുണ്ട്. അപ്പൊ പിന്നെ പെണ്ണുങ്ങ ജോലിക്കൊക്കെ പോകാൻ പാടില്ലല്ലോ. ഇല്ല, ഇസ്ലാമികമായിട്ട് പാടില്ല. നമ്മളെ നാട്ടില് പ്രത്യേകിച്ചും പാടില്ല. പോകുന്നുണ്ടല്ലോ ഇവര്. പോകുന്നുണ്ട്. അപ്പൊ എന്തിനു പോകുന്നു? അതിന് ആരെ കയ്യില് ഈ തർക്കിക്കാൻ വേണ്ടി മാത്രമേ കയ്യില് മതമുള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി സംഘടന ഉണ്ടാക്കാനും പൈസ ഉണ്ടാക്കാനുമാണ് മതം. ഖുർആനിലുള്ള യഥാർത്ഥ ഇസ്ലാം അനുസരിച്ചിട്ടൊന്നും ലോകത്തൊന്നും മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റൂല. അത് അത്രയും ഒരു പ്രാകൃതമാണ്. അപ്പൊ നിങ്ങൾ ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതും ഞാൻ നിങ്ങൾ പറഞ്ഞ 100% ശരിയാണ്. കാരണം അതേ പ്രോട്ടോകോൾ ആർക്കും ജീവിക്കാൻ പറ്റൂല. അതെ, അതാണ് ഈ പറയണത്. അപ്പൊ അതെ, അത് നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ നിങ്ങൾ എന്താ പറയണ വെച്ചാല്, നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഇപ്പത്തെ കാലത്ത് ഇങ്ങനെ മൂല്യന്മാര് പറഞ്ഞത് തെറ്റാണെന്ന് വിചാരിക്കുന്നത്, നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നോണ്ടാണ്. മനസ്സിലാവുന്നോണ്ടാണ്. അത് മതത്തിന്റെ പോരിശല്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല മതം. മതം അനുസരിച്ചിട്ട് പെണ്ണ് പുറത്തിറങ്ങണമെങ്കിൽ ഭർത്താവിന്റെ അനുവാദം വേണം, മെഹ്റം കൂടെ വേണം. ഒരു സ്കൂളിൽ ഇപ്പൊ ടീച്ചറായി പോകുന്ന സ്ത്രീയാണ്, മെഹ്റം സ്ത്രീ ഇല്ല, ഒരു പുരുഷനില്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള മതനിയമം അനുസരിച്ച് പോകാൻ പറ്റുമോ? വല്ല ഉണ്ണികൃഷ്ണൻ മാഷോ ജോസഫ് ആയിരിക്കും അവിടുത്തെ ഹെഡ് മാഷ്. വേറെ കുറെ അന്യ പുരുഷന്മാരായിട്ടുള്ള മാഷന്മാരുണ്ടാവും, ടീച്ചർമാരുണ്ടാവും. ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് പിന്നെ ഭാര്യക്ക് സ്കൂളിൽ ജോലി കിട്ടിയാല്, ഏതോ ഒരു സിനിമയിലുണ്ടല്ലോ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് പുറത്ത് കാവലിക്കുന്നത്, വെള്ളിമൂങ്ങിയിലോ, അതേപോലെ നടക്കേണ്ടി വരില്ലേ ഭർത്താവ്? അല്ലേ? അപ്പൊ അത് പ്രാക്ടിക്കലാണോ മതം? മതം പ്രാക്ടിക്കലാണ്. എങ്ങനെ? അല്ല, മതം പ്രാക്ടിക്കലാണ്. പക്ഷെ മതത്തിന്റെ ചില നിയമങ്ങൾ പ്രായോഗികമല്ല. നമുക്ക് ചില നിയമങ്ങൾ ഞങ്ങൾക്ക് അതാണ്. യോജിക്കാൻ പറ്റുന്നില്ല. അതെ അതെ, അതെന്ന് ചില നിയമങ്ങൾ യോജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ മതത്തില് മനുഷ്യന് പ്രയോഗിക്കാൻ പറ്റാത്ത നിയമങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഇല്ലല്ലോ. അല്ല, ഞാൻ എല്ലാം ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ചില കാര്യങ്ങളിലേക്ക് ഞാൻ യോജിക്കും. മതത്തിൽ അങ്ങനെ പിന്നെ നിസ്ഫും ഇല്ലല്ലോ. അത് നിങ്ങൾക്ക് അറിയില്ലേ? അതായത് പകുതി വിശ്വാസം എന്നൊരു പരിപാടി ഇല്ലല്ലോ. പകുതി കാര്യം വിശ്വസിക്കുക, പകുതി അംഗീകരിക്കുന്നില്ല എന്ന് പറയാ, അത് ഇസ്ലാമിൽ ഇല്ലല്ലോ. അത് ഖുർആൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനല്ല, അത് എല്ലാം ഞാൻ പറയാൻ പറ്റില്ല. ചില കാര്യങ്ങളിൽ അത് അങ്ങനെയാണ്. അങ്ങനെ ഇന്ന് ഞാൻ പറയട്ടെ. അങ്ങനെ ചുരുക്കി പറഞ്ഞ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നിങ്ങൾ ഞെട്ടരുത്. നിങ്ങൾ ഏതാണ്ട് ഒരു മുർത്തത്തിന്റെ വാക്കിൽ എത്തിക്കണേ. ഇല്ല, ഞാൻ നിങ്ങൾ ഇന്ന ഇസ്ലാമിലേക്ക് കൊണ്ടുപോകും പറഞ്ഞ ലാസ്റ്റ് ഞാൻ പല ആളോട് ചോദിച്ചിട്ടുണ്ട്. എന്താ ഇപ്പൊ ഈ നമ്മളിവിടെ അടുത്ത് തന്നെ പള്ളി കിട്ടുന്നുണ്ട്. ഈ പള്ളിയുടെ പൈസ എല്ലാം ഉണ്ടല്ലോ ബാങ്കിലാണ് വെക്കുന്നുള്ളത്. അടിപൊളി. അതിന്റെ പലിശ? അപ്പൊ അവര് പറയുന്നത് പലിശ ഇല്ല. പലിശ കൊടുക്കുന്നതും വാങ്ങുന്നതും ആറാമല്ല. നിങ്ങൾക്ക് ചെയ്യാൻ മാത്രല്ല, പലിശ കൊടുക്കലും വാങ്ങലും മാത്രമൊന്നല്ല, പലിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ഇടപെടാനേ പാടില്ല. പലിശക്ക് ഞാൻ പറയാം, പള്ളി പലിശ വാങ്ങുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അത് ഹലാലാവൂല. കാരണം പള്ളി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ ബാങ്ക് അത് വേറെ ആൾക്കാർക്ക് ലോണായിട്ട് കൊടുക്കൂലേ? കൊടുക്കും. അതിന്ന് പലിശ വാങ്ങൂലേ? ആ പലിശ ഇവര് കൈപ്പറ്റുന്നില്ല എന്നുള്ളതുകൊണ്ട് ഹറാമെന്ന് പുറത്താവോ? ഇല്ലല്ലോ. ഇല്ലേ? ബാങ്ക് വാങ്ങുന്നുണ്ടല്ലോ, ബാങ്ക് എടുക്കുന്നുണ്ട്. ഇവരുടെ സമ്പത്ത് ബാങ്ക് പലിശ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അത് അറിഞ്ഞുകൊണ്ട് അവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അത് ഹറാമല്ലേ? അപ്പൊ സകല പള്ളി കമ്മിറ്റിയും പെട്ടില്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കെ. അത് മാത്രല്ല, ഇപ്പൊ നിങ്ങൾ നേരത്തെ ഈ സ്ത്രീകൾ പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളോട് പലിശനെ കുറിച്ച് ചോദിക്കാം. പലിശ ജീവിതത്തിൽ കലരാതെ ഒരു മനുഷ്യൻ ഇന്ന് പ്രാക്ടിക്കലായിട്ട് ജീവിക്കാൻ പറ്റുമോ? പലിശയുടെ ഏതെങ്കിലും അംശം ഇല്ല. പലിശ കൂടാതെ അല്ലെങ്കിൽ ഒരു സ്ത്രീനെ കാണാതെ ജീവിക്കാൻ പറ്റില്ല. ഇല്ലല്ലോ. അപ്പൊ പലിശയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമം പ്രായോഗികമല്ലല്ലോ. ഇസ്ലാമിൽ കടുത്ത ഹറാമാണ്. പക്ഷെ അത് മനുഷ്യനെ സംബന്ധിച്ച് അത് പ്രാക്ടിക്കൽ ലൈഫിൽ നടക്കൂലല്ലോ ഈ നൂറ്റാണ്ടില്. ഇല്ല. അപ്പൊ അതും പ്രാക്ടിക്കൽ അല്ല. നിങ്ങൾ പലിശയൊക്കെ കൊടുക്കുക വാങ്ങുക ചെയ്തിട്ടുണ്ടോ? ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്താ കഥ? ഞാൻ കൊടുത്തിട്ടുണ്ട്, വാങ്ങിയിട്ട്. എന്തായാലും നമുക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ അതാ ഞാൻ ചോദിക്കുന്നത്, മനുഷ്യങ്ങൾ ആലോചിച്ചോക്കി, മനുഷ്യന് എല്ലാ കാലഘട്ടത്തിലുള്ള മനുഷ്യന്മാരുടെ അത് ശിക്ഷയാണെങ്കിൽ ഞാൻ സഹിച്ചോളൂ.
പ്രശ്നമില്ല. ഞാൻ ചോദിക്കണ അതല്ല, കാരുണ്യവാനായ ഒരു പടച്ചോൻ, എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു ദൈവം, ഇപ്പൊ നിങ്ങളെ പോലെ ഒരു സാധുവായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടിട്ടാണല്ലോ നിങ്ങൾ പലിശമൊക്കെ പോയിട്ടുണ്ടാവുക. അങ്ങനെ ഒരു സാഹചര്യം മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നും പലിശ എന്ന് പറയുന്നത് വളരെ പ്രായോഗികമായിട്ട് മനുഷ്യരുടെ ജീവിതത്തിന്റെ ഭാഗമാവുമെന്നും അന്ന് അറിഞ്ഞിട്ടില്ല എന്നല്ല അതിന് മനസ്സിലാക്കേണ്ടത്. പലിശ എന്ന് കേട്ടപ്പോ ആകെ അള്ളാഹ്ക്ക് അറിയാവുന്നത് ഈ കൊള്ള പലിശക്കാരായിട്ടുള്ള ജൂതന്മാരുടെ കഥ മാത്രമാണ്, അല്ലേ? ഇപ്പൊ നമ്മളെ ബാങ്ക് പലിശ ചില സമയത്ത് നമുക്കൊരു അനുഗ്രഹമല്ലേ? അല്ല, അനുഗ്രഹം എന്ന് പറയാനില്ല, ബാങ്ക് അല്ല, അതായത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള, വളരെ പിന്നെന്താ പറയാ, വെറുതെ പലിശന്റെ മുകളിൽ പലിശയും കൂട്ടുപലിശയും ഒന്നും ഇല്ലാത്ത രീതിയിൽ സാധാരണഗതിയില് ഒരാവശ്യത്തിന് പെട്ടെന്ന് ഉപകരിക്കുന്ന സാധനല്ലേ പലിശ. അതന്നെ ബാങ്ക്. ഞാൻ പറയട്ടാ, ഇപ്പൊ ഇസ്ലാമികമായിട്ടുള്ള ബാങ്ക് തുടങ്ങി. അത് പൂട്ടും. ഇസ്ലാമിക ബാങ്കിന് പലിശ ഉണ്ടേ. അല്ല, പൂട്ടി. പൂട്ടും കാരണം അത് പ്രായോഗികമല്ല. അത് ഇപ്പൊ ഒരു ഉദാഹരണം, ഇസ്ലാമിക് ബാങ്കിങ് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് 1 കോടി രൂപ ഉണ്ടെന്ന് വിചാരിച്ചോ. ഞാൻ ഒരു കച്ചവടം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ പൈസ ഈ കച്ചവടം ലാഭത്തിലാകുമെന്ന ഒരു ഉറപ്പിന്റെ പുറത്ത് നിങ്ങളാണ് തരണം. നിങ്ങൾ തരുമോ? ഒരു ഉറപ്പില്ലാതെ? എനിക്കറിയാം എന്റെ കച്ചവടം ലാഭത്തിലാവുന്നു, പക്ഷെ നിങ്ങൾക്കത് അറിയില്ല. നിങ്ങൾ അങ്ങനെ റിസ്ക് എടുക്കുവോ? എടുക്കൂല. അപ്പൊ പിന്നെ എങ്ങനെ കച്ചവടം നടക്കുന്ന നാട്ടില്? അപ്പൊ ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറഞ്ഞ സംവിധാനം ഉടായിപ്പാണ് ഒന്ന്. രണ്ടാമത്തത്, ഈ സാധനങ്ങൾ EMI വാങ്ങുന്ന പരിപാടി ഇസ്ലാമിക് ബാങ്കിങ്ങിൽ ഉണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഫോൺ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാർ മേടിക്കണം, വീട് മേടിക്കണം, ഇതൊക്കെ ഇസ്ലാമിക് ബാങ്കിങ്ങിൽ EMI ആയിട്ട് കിട്ടും. പക്ഷെ എങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പം നിങ്ങൾ 50 ലക്ഷം രൂപയുടെ ഒരു വീട് സ്ഥലം വാങ്ങി. അപ്പൊ നിങ്ങളടുത്ത് അതിന്റെ തുടക്കത്തിൽ 10 ലക്ഷം രൂപ കൊടുക്കാണ്ട് ബാക്കി 40 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇല്ല. അപ്പൊ അത് നിങ്ങൾ തവണകളായിട്ടാണ് കൊടുക്കുക എങ്കിൽ ഈ 50 ലക്ഷം രൂപയുടെ വീട് ഇസ്ലാമിക് ബാങ്കിങ് ഈ ബാങ്കാണ് വാങ്ങും. എന്നിട്ട് നിങ്ങൾക്ക് അതൊരു 75-80 ലക്ഷം രൂപക്ക് തരും, വിൽക്കും. എന്നിട്ട് ആ 80 ലക്ഷങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് അടച്ചാൽ മതി. ഇതാണ് ഇസ്ലാമിക് ബാങ്കിങ്. ഇതന്നെ പലിശ. ഇത് പലിശ തന്നെയാണ്, പക്ഷെ പേര് പറയില്ല. അത് ലാഭം എന്നോ ലാഭവിഹിതം എന്നോ സർവീസ് ചാർജ് എന്നോ പേര് മാറ്റും. പേര് മാറ്റിയാൽ സംഗതി പലിശയാണ്. കാരണം നിങ്ങൾക്ക് 50 ലക്ഷം റുപ്യന്റെ വീട് നിങ്ങൾ 75-80 അടക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ ഇത് തന്നെയല്ലേ പലിശ. അപ്പൊ ഇത് പലിശ എന്ന് പറയുന്ന നിയമം ഈ സ്ത്രീകള് മഹറമില്ലാതെ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അപ്രായോഗികമായിട്ട് ഉള്ള ഒരു നിയമമാണ്. ഇതന്നെയാണ് ഞാനും പറയണേ. ഇസ്ലാമിൽ അങ്ങനെ നിയമങ്ങൾ ഒട്ടുമിക്കതും ഈ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് പ്രായോഗികമായിട്ട് ജീവിതത്തിൽ പാലിക്കാൻ പറ്റാത്തതോ കാലഹരണപ്പെട്ടതോ നമ്മളെ മനുഷ്യന്മാരുടെ അടിയിൽ പറയാൻ പറ്റാത്തതോ ആയിട്ടുള്ള നിയമങ്ങളാണ്. അതെ അതെ, അത് ഇതുകൊണ്ടാണ്. അത് ദൈവത്തിന്റെ അടുത്ത് നിന്നുള്ളതല്ലാത്തോണ്ടാണ്. അതാ പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രത്യയ ശാസ്ത്രമേ അല്ല. ഇതന്നെ ഞാനും പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ രണ്ടാളും ഒരേ വഴിയാണേ. നിങ്ങൾ അള്ള ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, നമ്മൾ അതില്ലാന്ന് വിശ്വസിക്കുന്നു, അത്ര വ്യത്യാസമുള്ളൂ. എന്തായാലും കുറച്ചുകൂടി മുന്നോട്ട് പോട്ടെ യാത്രകള്, പഠനവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. ഞാൻ നിങ്ങളുടെ യാത്രയിലേക്ക് അത് നമുക്ക് നോക്കാം. നമ്മൾ എവിടെങ്കിലും വെച്ച് നമ്മൾ കണ്ടുമുട്ടുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, ആശയപരമായിട്ട് തന്നെ നമ്മളുടെ വഴി എവിടെയോ വെച്ച് ഒന്നാവും. അതിപ്പോ ഞാൻ കലിമ ചൊല്ലിയാണ്, ഞാൻ കലിമ ചൊല്ലും നിങ്ങൾ മുർത്തതാകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്റെ ഫാമിലിയിൽ തന്നെ ഉണ്ട് നിങ്ങൾ അതേപോലുള്ള നിങ്ങളെക്കാളും ഭീകരമായിട്ട്. നമുക്ക് നോക്കുക, നമുക്ക് ഇങ്ങനെ യാത്ര തുടരാം. ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലും എന്ന പ്രതീക്ഷയിൽ നിങ്ങളും, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുള്ള പ്രതീക്ഷയിൽ ഞാനും, നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യാം. ഞാൻ പറഞ്ഞ അങ്ങനെയാണ്. ചില കാര്യങ്ങളിൽ വിയോജിപ്പ് എന്നല്ല, ഇസ്ലാമിന്റെ പരമായിട്ട് വിയോജിപ്പല്ലേ. ഇന്നത്തെ നമ്മളെ ഇന്ത്യന്റെ ഭരണഘടന വിയോജിപ്പ് അനുസരിച്ചിട്ട് ആ ഒരു ഒത്തുപോകാത്ത കുറെ നിയമങ്ങളുണ്ട്. നിയമങ്ങൾ എന്നല്ല, അത് നമ്മ അങ്ങനെ ഒരു രാജ്യത്തിന്റെ ഇസ്ലാമിൽ തന്നെ പറയുന്നുണ്ട് എന്ത്, നമ്മ അതാത് രാജ്യത്തിന്റെ ഇതനുസരിച്ച് ജീവിക്കണം. അപ്പൊ ചില ഉസ്താദ്മാർ എന്താക്കുന്നത്, പണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നിട്ട് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ നിങ്ങളുടെ ഒരു മനസ്സിലുള്ള ഒരു ഇസ്ലാമാണ്.
അപ്പൊ എന്തായാലും നമുക്ക് ഇനി സംസാരിക്കാം, കുറെ നേരമായില്ലേ. വിളിച്ചതിന് നന്ദി. ഓക്കെ, താങ്ക് യു. അല്ല, സംസാരിച്ചത് നന്ദി. ശരി വിളിച്ചത് ഞാൻ. ശരി ശരി, ആയിക്കോട്ടെ, താങ്ക് യു. ഓക്കെ 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 ഓക്കെ.